ഹലോ, നിങ്ങൾ എവിടെ എത്തി? എനിക്ക് 6 മണിക്ക് മീറ്റിംഗ് ഉള്ളതാ. എന്നാ പിന്നെ ഞാൻ കുറച്ചുകൂടെ എഴുതട്ടെ, അപ്പോഴത്തേനും നിങ്ങൾ ഇങ്ങ് എത്തിയാ മതി. അതെ, ഞാനൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് കേട്ടോ. നാളേക്കായി ഇന്ന്. ഭൂമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചു പോകുന്നത് മണ്ണിന്റെ മണം മാത്രമല്ല, മനുഷ്യരുടെ മനസ്സുമാണ്. ഓരോ മരവും മുറിക്കപ്പെടുമ്പോഴും ഓരോ കടലും മലിനമാകുമ്പോഴും നമ്മൾ തിരിച്ചറിയാതെ ഭൂമി തനിച്ചാവുകയാണ്. മനുഷ്യൻ വിജയത്തിനായി മുന്നേറുമ്പോൾ പ്രകൃതിയാണ് തോൽക്കുന്നത്. ഇന്നത്തെ നിശബ്ദതയ്ക്ക് പിന്നിൽ നാളെയുടെ വലിയ കഷ്ടത മറഞ്ഞിരിക്കുന്നു. നാളേക്കായി ഇന്ന് നമുക്കുണരാം. അവിടെ സൂക്ഷിച്ചു പറഞ്ഞേ, അവിടെ നിറയെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാ നമുക്ക് പോകാം. ഒരു ഓർമ്മയായാലും ഒരു ചിന്തയായാലും ഒരു ചെറിയ നടപടിയായാലും ഇന്ന് തന്നെ ആരംഭിക്കാം ഭൂമിയെ ജീവിപ്പിക്കാൻ. അതെ, ഈ ഭൂമിയെ പുനർജീവിപ്പിക്കുന്നത് വാക്കിൽ മാത്രം പോരാ, കുറച്ചൊക്കെ പ്രവൃത്തിയിലും കൂടെ ആവാം. നീ വേസ്റ്റാക്കിയത് എത്ര മരം മുറിച്ചുണ്ടാക്കിയാണെന്നറിയാം. അതിനെക്കുറിച്ച് വല്ല ബോധ്യമുണ്ട്. ആദ്യം നമ്മൾ നന്നാവണം, എന്നിട്ട് വേണം നാട്ടുകാരെ ഉപദേശിക്കാനും നന്നാക്കാനുമായി. നീ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താ? ഇതാണോ? ഭൂമിയെ സംരക്ഷിക്കൽ പ്രസംഗത്തിലും പുസ്തകങ്ങളിലും മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുകയും വേണം. എന്നാൽ മാത്രമേ നാളെയുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കാൻ കഴിയുകയുള്ളൂ. നാളേക്കായി ഇന്ന്.